എന്നെ പോലുള്ള ദരിദ്രവാസികൾക്ക് പറഞ്ഞേക്കുന്ന ഒരു മേക്കപ്പ് റൊട്ടീനും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ. എനിക്ക് മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ കുറേ പ്രോഡക്റ്റ്സ് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. എന്നെപ്പോലെ എത്ര പേരുണ്ട്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞാലും സ്കിൻ കെയർ അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഞാനൊരു ടോണർ ഉപയോഗിക്കുന്നുണ്ട്, അത് അണ്ടർ റേറ്റഡിൻ്റെ ടോണറാണ് കേട്ടോ. പിന്നെ ഒരു നയാസിനമൈഡിൻ്റെ സെറമും പിന്നെ ലാക്മേയുടെ ഒരു സെറമൈഡിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യില്ല. പിന്നെ സൺസ്ക്രീന് ഞാൻ സ്കിപ്പ് ചെയ്യത്തില്ല കേട്ടോ. സൺസ്ക്രീൻ ഞാൻ തേക്കുന്നത് ഗാർണിയറിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഞാൻ ചുമ്മാ മേടിച്ചതാണ്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇത് നമ്മുടെ വിറ്റാമിൻ സി വരുന്ന ഇൻവിസിബിൾ സെറം സൺസ്ക്രീനാണ് കേട്ടോ. ഇത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് എല്ലാവരുടെയും കയ്യിൽ വേണ്ട ഒരു സാധനമാണ് ഈ സാധനം. ഇത് നമ്മളെ ഇൻസൈറ്റിൻ്റെ കൺസീലർ പാലറ്റാണ് കേട്ടോ. അടിപൊളിയാണ് ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നറിയോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിങ്ങനെ പിമ്പിളിൻ്റെ കുറച്ച് പാടുകളുണ്ടായിരുന്നു, അത് ഞാൻ പീച്ചിൻ്റെ കറക്റ്റർ വെച്ചിട്ട് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ മാഴ്സിൻ്റെ BB ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷേ ഇതെൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് ഞാനങ്ങ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഈ കൺസീലർ പാലറ്റിൽ വെച്ച് തന്നെ നമുക്ക് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഞാൻ കണ്ടുപിടിക്കണം ഗൈസ്, എനിക്കറിയത്തില്ല. ഈ ഒരു മാഴ്സിൻ്റെ BB ക്രീം തീർന്നിട്ട് വേണം എനിക്ക് അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലതാണ്, മാഴ്സിൻ്റെ BB ക്രീം നല്ലതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ BB ക്രീമൊന്നും ഇട്ട് ഞാനങ്ങനെ പുറത്തേ പോവാറില്ല പിന്നെയല്ലേ. അപ്പം ഞാൻ ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ ഇരുന്നങ്ങ് ഇതിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞ് പോകുന്നതിൻ്റെ മുമ്പേ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ച് ഗതി കെട്ടങ്ങ് ചെയ്യുവാണ് ഗൈസ്. ഇത് എൻ്റെ കറക്റ്റ് ഷെയ്ഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് അങ്ങനത്തെ ഷെയ്ഡ് തന്നെയാണ്. കുറേ ഷെയ്ഡുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് കുറേ നാൾക്കല്ല, ഒരു 6 മാസം മുന്നേ മേടിച്ച BB ക്രീമാണ്. പക്ഷേ BB ക്രീം എനിക്കിങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാതെ പുറത്ത് പോകുന്നതാണ് എനിക്ക് ഇഷ്ടം. പക്ഷേ എൻ്റെ സ്കിന്നിപ്പോൾ ഇത്തിരി കുളമായിട്ടിരിക്കുക, അതെന്തായാലും മാറ്റണം. എന്നിട്ട് വേണം മേക്കപ്പ് ഒന്നും ഇടാതെ ജസ്റ്റ് സൺസ്ക്രീനൊക്കെ തേച്ച് മാത്രം പുറത്തു പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് തേച്ചാലും കഴുത്തിൽ തേക്കണം കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സെയിം ഒരു പാലറ്റിൽ നിന്ന് തന്നെ എൻ്റെ സ്കിന്നിൻ്റെ കളറിലുള്ള നമ്മളിങ്ങനെ കണക്ക് കൂട്ടി അങ്ങ് എടുക്കും. സ്കിന്നിൻ്റെ കളറിലുള്ള ഒരു കൺസീലറും കൂടെ ഞാൻ വാരി പൊത്തുന്നുണ്ട് കണ്ണിൻ്റെ ചുറ്റും. കാരണം എനിക്ക് ഉറക്കമുണ്ടെങ്കിലും രാത്രി വരെ ഞാൻ എപ്പോഴും ലാപ്ടോപ്പിലല്ലേ, അതുകൊണ്ട് എൻ്റെ കണ്ണങ്ങ് കുഴിഞ്ഞു പോയി. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തിനാണ് ഈ BB ക്രീം ഒന്നും കൂടെ അപ്ലൈ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല. BB ക്രീമാണ് കേട്ടോ കയ്യിലുള്ളത്. ഞാൻ കുറേ നാളായി വീഡിയോ എടുത്തിട്ട്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്ന് കയ്യിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ചുമ്മാ എടുത്തങ്ങ് തേച്ചെന്ന് ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ലിപ്പിൽ ലിപ് ബാം തേച്ചിട്ടുണ്ട്. അത് ഏത് ലിപ് ബാം ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ട, ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ സാധാ പൗഡർ ഉണ്ടല്ലോ, ടാൽക്കം, എൻ്റെ കയ്യിൽ ബനാന പൗഡറൊക്കെ ഉണ്ട്, പക്ഷെ അതെനിക്ക് തീർക്കാൻ വയ്യ. കാരണം ഇത് ഫുള്ള് മേക്കപ്പ് അല്ലല്ലോ ചെയ്യുന്നത്. ലൂസ് പൗഡർ ഉണ്ട്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കണ്ണിൻ്റെ പീലി വരെ അങ്ങ് വെളുത്തുപോയി. കാരണം നമ്മളിത് ചെയ്തില്ലെങ്കിലേ അങ്ങ് വിയർത്തൊലിക്കും, പിന്നെ അങ്ങ് ഫിനിഷിങ് ഇല്ലാത്ത പോലെ എനിക്കങ്ങ് തോന്നും പൗഡർ തേച്ചില്ലെങ്കിൽ. പക്ഷെ എനിക്ക് ഗ്ലേസിങ്ങും ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഐബ്രോസാണ് കേട്ടോ. ഐബ്രോസ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചൊരു സാധനമാണ്, കാജൽ വെച്ച് ഐബ്രോസ് ചെയ്യാം. പക്ഷെ അതിന് ഇത്തിരി കഴിവ് വേണം. ദിഗംബരൻ്റെ കണക്കായി പോകരുത്. എൻ്റെ ചെറുതായിട്ട് ദിഗംബരൻ്റെ കണക്കായി. അത് എനിക്ക് ഇനിയിപ്പോൾ ഞാൻ മേടിക്കുമ്പോൾ ബ്രൗണിൻ്റെ കാജലേ മേടിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് കാജലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് കണക്ക് ഐബ്രോസിൽ ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഓറഞ്ച് ലിപ്സ്റ്റിക് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതിട്ട് ഞാൻ വാഷ്ഡ് ഔട്ടായപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഇത്തിരി വാരി തേച്ച്. പിന്നെ ഈ ചെയ്തത് എന്താണെന്ന് എനിക്കറിയത്തില്ല, കയ്യിലെങ്ങാണ്ടാ പറ്റിയ കാജലാണ് ഗൈസ്. അത് ഞാൻ എൻ്റെ തലയിൽ ഇങ്ങനെ നടുക്ക് തന്നെ അങ്ങ് തേച്ചേ. അപ്പോൾ ഒരുമാതിരി ഇരിക്കുന്ന അവിടെ മാത്രം ഇത്തിരി മുടി വളർന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാജലാണ് കേട്ടോ. ഞാൻ അങ്ങനെ കാജൽ താഴെ തേക്കാറില്ല. കാരണം കാജൽ എനിക്കറിയത്തില്ല, എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയത്തില്ല. കാജൽ മാത്രം തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മളെ കണ്ണ് മൊത്തം അങ്ങ് ഡാർക്ക് സർക്കിൾസ് ആവുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ തേക്കാറില്ല. പിന്നെ ഇത് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് അങ്ങ് തേച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു സമയം എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം ഞാൻ കുറച്ച് കാജലെടുത്തിട്ട് താഴെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് അത് ഞാൻ പടർത്തി കുറച്ച് സ്മോക്കി ഐസാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ കൂടെ ഞാൻ ഒരു വാലും കൂടെ ഇട്ടപ്പം മറ്റേ കൊച്ചു പിള്ളേരെ അമ്മമാർ ഒരുക്കി നഴ്സറി കൊണ്ടുവന്നാക്കുന്ന കണക്കായിപ്പോയി. പിന്നെ ഞാൻ കുഴപ്പമില്ലല്ലേ, ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കാം, കുഴപ്പമില്ലല്ലേ, നന്നായിട്ടുണ്ട്, അമ്പലത്തിൽ പോവല്ലേ കുറച്ച് ഓറാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുകളിലൊക്കെ
ഒക്കെ ഒന്ന് വാരി തേക്കുക. നല്ല വൃത്തികേടായിരുന്നു. ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഞാൻ ഇനി ചെയ്യുമ്പോൾ ഞാൻ വാട്ടറിൽ മാത്രം ചെയ്തിട്ട് കുറച്ച് ഐ ഷാഡോ എന്തെങ്കിലും അല്ലെങ്കിൽ ആ ലിപ്സ്റ്റിക്കോ തേച്ച് നമ്മൾ മുകളിൽ ഇട്ടില്ലേ അത് തന്നെ ഒന്ന് താഴെ ഒന്ന് ഇത്തിരി അങ്ങ് സ്പ്രെഡ് ചെയ്താൽ മതിയായിരുന്നു. പണ്ടാരമായിട്ട് ഇച്ചിരി കൂടുതൽ അങ്ങ് തേച്ച് ഞാനൊരു റീലല്ല ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ട് അവരെ കണ്ണ് ചെയ്യുമ്പോൾ അടിപൊളി, എൻ്റെ കണ്ണ് ചെയ്യുമ്പോൾ മാത്രം ഡാൻസുകാരെ കണക്കിരിക്കുന്നു ഗൈസ്. പിന്നെ ഞാൻ അതെങ്ങനെയെങ്കിലും ഒപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു മുകളിൽ ഇട്ട കളർ വെച്ച് പിന്നെയും താഴെ ആക്കിയപ്പം കൊള്ളവായി കൈ തന്ന്. അതാണ് ഗൈസ്. കുഴപ്പമില്ലല്ലേ? അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞാണ് കുഴപ്പമില്ലല്ലേ. പിന്നെ ഈ ഒരു ഐലാഷ് കളർ ചുമ്മാ ഞാൻ എപ്പോഴും മേടിച്ച് വെച്ചത് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും ചുരുട്ടാന്ന്. അങ്ങനെ ഞാൻ ചുരുട്ടിയതാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാഴ്സിൻ്റെ അടിപൊളി മസ്കാരയാണ് ഗൈസ്, അടിപൊളിയാണ്. ഇതാണ് ഞാൻ മസ്കാരയായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഇതും തേച്ച് ഇത് ഞാൻ 2-3 കോട്ട് തേക്കുമ്പോൾ അടിപൊളി. ഈ കളർ ഇല്ലാതെ തന്നെ ഈ മസ്കാര ഇടുമ്പം നല്ല രസമാണ് കേട്ടോ, നല്ലതായിട്ടിരിക്കും. എനിക്ക് മസ്കാര മാറ്റണം, കുറച്ച് നാളായി മേടിച്ചിട്ട്. അപ്പോൾ അത് മാറ്റണം. അത് കഴിഞ്ഞ് ഞാനൊരു ബ്ലഷാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ കണ്ണിൻ്റെ മുകളിലിട്ടത് സാധനം തന്നെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ബ്ലഷ് ഉണ്ടായോട്ട് ഞാൻ കിട്ടുന്നേ ഉള്ളൂ. ഇതെല്ലാം തീർക്കണ്ടേ ഗൈസ്, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ചീത്തയായി പോകത്തില്ലേ. അതുകൊണ്ട് ഞാൻ വേണ്ട ചെവിക്കകത്ത് വരെ പൗഡർ ഇരിക്കുന്നത് ഗൈസ്, അത് തട്ടിക്കളയാൻ കണ്ടാൽ ഞാൻ അവസാനം. പിന്നെ ഞാൻ ബ്ലഷും തേച്ച്, ബ്ലഷ് ഭയങ്കര മുഖ്യമാണ് കേട്ടോ. കാരണം എന്താ പറയുക, എനിക്ക് തോന്നിയത് ഞാൻ ഈ വെള്ള പൗഡറിൽ ഇട്ടേ അപ്പോൾ വെള്ള ഇത്തിരി അങ്ങ് ഇങ്ങനെ എടുത്തിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലഷ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വെള്ള ഇത്തിരി അങ്ങ് ന്യൂട്രലാവും. പിന്നെ നമ്മൾ ഈ ഒരു പൊട്ടും കൂടെ ഇടുമ്പോൾ കറക്റ്റ് നാടകത്തിലെ ഡാൻസുകാരികളുടെ കണക്കിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ലിപ് ബാം തുടച്ച് കളഞ്ഞിട്ട് ഞാൻ ഇതും സ്വിസ് ബ്യൂട്ടിയുടെ അത് ഒരെണ്ണം ഞാൻ ഓഫ്ലൈൻ മേടിച്ചതാട്ടോ, ഓഫ്ലൈൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. നല്ലൊരു എല്ലാവരുടെ കയ്യിലൊരു ബ്രൗൺ ലിപ്പ് ലൈനർ വേണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് ഓൺലൈനിലാണെങ്കിൽ ഇതിൻ്റെ ബഞ്ച് ഭയങ്കര ഓഫറിൽ കിട്ടും, ഓഫറിൽ കിട്ടും. ഇത് ഞാൻ ഒരെണ്ണത്തിന് 69 രൂപയ്ക്കാണ് കേട്ടോ മേടിച്ചത്. ഇത് ഞാൻ കുറച്ചിങ്ങനെ ബോർഡറിലിട്ടിട്ട് ഒന്നിങ്ങനെ മമ്മമ്മ ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ലിപ്സ്റ്റിക്ക് ഇടും. ഇത് എൻ്റെ പോസ്റ്റ് ഔട്ട് ആയിപ്പോന്ന് ഞാൻ കുറേ റീൽസിൽ കണ്ട് കുറേ റിവ്യൂസ് കണ്ട് മേടിച്ച മാഴ്സിൻ്റെ ഒരു സൂംബ എന്ന് പറയുന്ന ലിപ്സ്റ്റിക്കാണ് കേസ്. നല്ല വാസ്റ്റ് ഔട്ടാവും. പക്ഷേ ഈ ഒരു ലിപ്പ് ലൈനറിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഈ ലിപ്പ് ലൈനർ മേടിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ കയ്യിലൊരു ഭയങ്കര ഒരു റെഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. അതിങ്ങനെ ലിപ്പ് ലൈനർ ആക്കിയിട്ടാണ് കേട്ടായിരുന്നത്. പിന്നെ നമ്മളെല്ലാം കൂടെ ഒന്നും കൂടി തുടച്ച് കളഞ്ഞിട്ട് പിന്നെന്താ ചെയ്യുന്നത്, ഞാൻ എന്തോ തപ്പുവാണേ. നിൽക്കേ ഇപ്പം പറയാം ഞാൻ എന്തോ തപ്പുന്നത്. അല്ലല്ല, ഞാൻ എൻ്റെ സൗന്ദര്യം തന്നെ ആസ്വദിക്കുക. അതിനുശേഷം ഞാനൊരു സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഹൈലൈറ്റർ മേടിച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കും. ഞാനിവിടെ എൻ്റെ റൂംമേറ്റ്സിനെല്ലാം അതിട്ട് കൊടുക്കും ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുഖം അങ്ങ് തിളങ്ങട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് ഞാൻ ഈ ഒരു ഹൈലൈറ്റർ തന്നെ ഈ കണ്ണിൻ്റെ നടുക്കുണ്ടല്ലോ, അതായത് കണ്ണിൻ്റെ ഉള്ളിലല്ല, കണ്ണിൻ്റെ മുകളിലത്തെ നടുക്ക് ഞാൻ ഇത്തിരി ഇങ്ങനെ അപ്ലൈ ചെയ്യും. അപ്പം നമ്മൾ നല്ല പ്രൊഫഷണൽ മേക്കപ്പ് കണക്കിരിക്കും. ഇത് ഞാൻ മേക്കപ്പൊക്കെ ചെയ്ത് നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോഴേ ഇത് കുറച്ചിങ്ങനെ ഗ്ലേസിങ്, നമ്മളെ മിനിക്കം പോലെ ഗ്ലിറ്റേഴ്സ് അല്ലാത്ത നല്ലൊരു ഇതാട്ടോ. പിന്നെ ഞാനൊരു ഐബ്രോസിൻ്റെ താഴെയൊക്കെ ഇട്ട് കൊടുത്തും ബ്രോ ബോണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത്. ഇപ്പം നമ്മൾ വിചാരിക്കും നല്ല പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പോലെ സംസാരിക്കും. നല്ല, എനിക്ക് ഒന്നും അറിയത്തില്ല, ഒരു തേങ്ങ എനിക്കറിയത്തില്ല. ഇത് ഞാൻ പതുക്കെ ഇങ്ങനെ പരീക്ഷിച്ച് പഠിച്ച് ഇന്നിപ്പോൾ തന്നെ കണ്ണ് കുളമായി. അപ്പം നാളെ ഞാൻ ഈ കണ്ണ് കുളമാക്കത്തില്ല, ഞാൻ പഠിക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ പഠിച്ചല്ലാതെ എനിക്ക് ഒരു യൂട്യൂബ് വീഡിയോ ഒന്നും എനിക്ക് വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. ഞാൻ നിങ്ങളടുത്ത് ഈ വീഡിയോ ഇടുന്നത് പ്രോഡക്റ്റ്സ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ, ഇതിന് വില കുറവാണ്. ഇന്ന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും 300 താഴെയാണ് കേട്ടോ. പിന്നെ ആ ബ്ലഷ് ഒഴിച്ച്, ആ ബ്ലഷ് നമുക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട് ആ കണ്ണിൻ്റെ മുകളിലിട്ടേക്കുന്ന ഷെയ്ഡ് തന്നെ അങ്ങ് ഉപയോഗിക്കാം ഗൈസ്, ബ്ലഷായിട്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് അങ്ങ് ഉപയോഗിച്ചെന്ന് മാത്രം. പിന്നെ എന്തുവാ ഗൈസ്, എല്ലാവരും മേക്കപ്പ് ചെയ്ത് സുന്ദരികളായിട്ട് നടക്കുക കേട്ടോ. നമ്മൾ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ, അപ്പോൾ വില കുറഞ്ഞതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ശരി, ബൈ.